ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് അഥവാ ദഹനവും പോഷക സംവഹനവും എന്ന ചാപ്റ്ററിലെ ഒരു മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു മാർക്ക് ക്വസ്റ്റ്യൻസ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് നമുക്ക് ഒരു ആൻസറോ ചെറിയൊരു ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാർക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അമീബ സ്യൂഡോപോഡിയ ഫോർ റിസീവിംഗ് ഫുഡ് ആൻഡ് ഹൈഡ്ര. അതായത് അമീബ കപടപാദങ്ങൾ ഉപയോഗിച്ച് ആഹാര സ്വീകരണം നടത്തുമ്പോൾ ഹൈഡ്ര എന്തുപയോഗിച്ചാണ് ആഹാര സ്വീകരണം നടത്തുന്നത് ചോദിച്ചു. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹൈഡ്ര എന്തുപയോഗിച്ചിട്ടാണ്? ടെൻഡക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ് ഹൈഡ്ര ആഹാരം സ്വീകരിക്കുന്നത്. ടെൻഡക്കിൾസ് ഫോർ ക്യാപ്ചറിങ് ഫുഡ് അല്ലേ. ടെൻഡക്കിൾ ഉപയോഗിച്ചിട്ട് ഒരു പ്രേനെ ക്യാപ്ചർ ചെയ്യും അല്ലേ. ക്യാപ്ചറിങ് ഫുഡ് അല്ലെങ്കിൽ പ്രേ ടെൻഡക്കിളുകൾ ഉപയോഗിച്ചിട്ടാണ്. നമുക്കത് കിട്ടി. അമീബ സ്യൂഡോപോഡിയ ആണെങ്കിൽ ഹൈഡ്ര എന്ന് പറയുന്നത് ടെൻഡക്കിൾ ഉപയോഗിച്ചു. അടുത്തത് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിമ്പിൾ വൺസ് ഫോർ അബ്സോർപ്ഷൻ ഈസ് കോൾഡ്. സങ്കീർണമായ ആഹാര ഘടകങ്ങളെ ആഗിരണത്തിനായി ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് നമുക്കറിയാം. എന്താണ്? ഡൈജഷൻ ആണ് അല്ലേ. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് കോംപ്ലക്സ് ന്യൂട്രിയൻസ് ഇൻ ടു സിമ്പിൾ ഫുഡ് മെറ്റീരിയൽസ് ഈസ് കോൾഡ് ഡൈജഷൻ അഥവാ ദഹനം. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. വേർ ഡസ് മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ ഒക്കർ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും സംഭവിക്കുന്ന എവിടെയല്ല? മനുഷ്യനിൽ 2 ദഹനമുണ്ട് അല്ലെ. യാന്ത്രിക ദഹനം, ആഹാരങ്ങളെയൊക്കെ മുറിച്ചു മാറ്റുന്ന യാന്ത്രിക ദഹനം, അതേപോലെ രാസിക ദഹനം, ദഹിപ്പിക്കുക അല്ലെ, കെമിക്കൽ ഡൈജഷൻ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ വെച്ചിട്ടൊക്കെയാണ്? മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. മൗത്ത്, സ്റ്റൊമക്ക് ആൻഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുക? യാന്ത്രിക ദഹനവും രാസിക ദഹനവും നടക്കുക. വായ, ആമാശയം ആൻഡ് ചെറുകുടൽ, ഈ 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് മനുഷ്യനിൽ യാന്ത്രിക ദഹനവും രാസിക ദഹനവും സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ആൻഡ് സോക്കറ്റ് ഓഫ് ദി ഗം. അല്ലെ, നമ്മളുടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിൽക്കുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല ഏതാണ്? സിമെന്റമാണ് അല്ലെ. പല്ലിന്റെ ഘടന നമുക്ക് പഠിക്കാനുണ്ട്. പൾപ്പ്, കാവിറ്റി, ഡെൻഡെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അതില് സിമെന്റമാണ് കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദി ഗം അല്ലെ. സോക്കറ്റ് ഓഫ് ദി ഗം, സിമെന്റം. ഇനി അടുത്തത്. ദ റീസൺ ഫോർ സേയിങ് ഡോണ്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് ഈസ്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ? നമ്മുടെ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺസ് അപ്പ് ഡ്യൂറിങ് ടോക്കിംഗ് അല്ലെ. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ആവും. ഈ എപ്പിഗ്ലോട്ടിസ് ആണ് ആരെ കവർ ചെയ്യുന്നത്? നമ്മളുടെ ഗ്ലോട്ടീസിനെ കവർ ചെയ്യുന്നത്, നമ്മുടെ വിൻഡ് പൈപ്പിനെ കവർ ചെയ്യുന്നത് അല്ലെ. സോ ഡ്യൂറിങ് ഈറ്റിംഗ് വിൻഡ് പൈപ്പ് ഓപ്പൺസ് അല്ലെ. വിൻഡ് പൈപ്പ് ഓപ്പൺസ്, അതായത് ഈ നമ്മൾ കഴിക്കുന്ന സമയത്ത് വിൻഡ് പൈപ്പ് ഓപ്പൺ ചെയ്യും. അങ്ങനെ ഭക്ഷണം ഏതിനകത്തോട്ട് പോകും? നമ്മളുടെ ലങ്സിനകത്തോട്ട് പോകും. അതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കുന്നതിന് എന്ന് പറയാനുള്ള കാരണം. നമ്മളുടെ എപ്പിഗ്ലോട്ടിസ് എന്തായിട്ട് മാറും? എപ്പിഗ്ലോട്ടിസ് ഓപ്പൺ ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് ഓഫ് ദി ഈസോഫാഗസ് ഹെൽപ്സ് ഇൻ ബ്രിങ്ങിങ് ദ ഫുഡ് ടു ദ സ്റ്റൊമക്ക്. ആഹാരത്തെ ആമാശയത്തിൽ എത്തിക്കുന്നതിന് അന്നനാളത്തിന്റെ ഡാഷ് സഹായകമാണ്. ഏതാണ് ആ മൂവ്മെന്റിന്റെ പേരാണ്? പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ആണ് അല്ലെ. ഈസോഫാഗസിലെ പെരിസ്റ്റാൾസിസ് ആണ് എവിടെ എത്തിക്കുന്നുണ്ട്? മൗത്ത്, വായിൽ നിന്ന് ആഹാരത്തെ അന്നനാളത്തേക്ക് എത്തിക്കുന്നത്, സ്റ്റൊമക്കിലേക്ക് എത്തിക്കുന്നത് പെരിസ്റ്റാൾസിസ്. ഈസോഫാഗസിന്റെ പെരിസ്റ്റാൾസിസ് വഴിയാണ് അല്ലെ. പെരിസ്റ്റാൾസിസ് സിമ്പിൾ ആണ്. അതിന് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ പോർട്ടൽ വെയിൻ ബിറ്റ്വീൻ ദ ലിവർ ആൻഡ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ്. കരളിനും ചെറുകുടലിനും ഇടയിലുള്ള പോർട്ടൽ സിരയാണ്. ഏതാണ് ആ പോർട്ടൽ സിര? കരളിനും ചെറുകുടലിനും, ലിവറും സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ആ പോർട്ടൽ സിരയ്ക്ക് നമ്മൾ പഠിച്ച പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ് അല്ലെ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻസ്, ഹെപ്പാറ്റിക് പോർട്ടൽ സിര അല്ലെ. ഹെപ്പാറ്റിക് പോർട്ടൽ സിര, ആ സിസ്റ്റത്തിന്റെ പേരാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം അല്ലെ. അപ്പൊ ഹെപ്പാറ്റിക് പോർട്ടൽ
സിര എന്നാണ് നമ്മൾ അത് പഠിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഓഫ് ദി ഹാർട്ട്. ഹൃദയത്തിന്റെ ഇരട്ട സ്ഥരാവരണത്തിന്റെ പേരാണ് പെരികാർഡിയം. പെരികാർഡിയം അല്ലെ, ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന എക്സ്റ്റേണൽ ഷോക്സിൽ നിന്നും അല്ലെ, പുറമേ നിന്നുണ്ടാകുന്ന അറ്റാക്കിൽ നിന്നും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥരാവരണമാണ് പെരികാർഡിയം. പെരികാർഡിയം അതെന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദി ഫേസസ് ഇൻവോൾവ് ഇൻ എ കാർഡിയാക് സൈക്കിൾ, അതായത് ഇൻ എ ഹാർട്ട് ബീറ്റ്. ഫേസസ് ഇൻ എ ഹാർട്ട് ബീറ്റ്, ഒരു കാർഡിയാക് സൈക്കിളിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങൾ ഏത്? ഒരു ഹൃദയസ്പന്ദനത്തിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അതിൽ 3 ഘട്ടം നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ 3 ഘട്ടം? ആദ്യത്തെ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ അല്ലെ, ഏട്രിയൽ സിസ്റ്റോൾ എന്ന് നമ്മൾ പറയും. ഏട്രിയൽ സിസ്റ്റോൾ, കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ അഥവാ ഏട്രിയൽ സിസ്റ്റോൾ. രണ്ടാമത്തെ ഘട്ടമാണ് കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ്. രണ്ടാമത്തെയാണ് കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ് അല്ലെങ്കിൽ വെൻട്രിക്കിൾ സിസ്റ്റോൾ നമ്മൾ പറയും. വെൻട്രിക്കിൾ സിസ്റ്റോൾ, കോൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾ സിസ്റ്റോൾ. മൂന്നാമത്തെയാണ് റിലാക്സേഷൻ ഓഫ് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ അല്ലെ. ഏട്രിയും വെൻട്രിക്കിളും എന്ത് ചെയ്യുന്നു? ഒരേ സമയം റിലാക്സേഷൻ ചെയ്യുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പൊ കോൺട്രാക്ഷൻ ഓഫ് ഏട്രിയ, ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ ആൻഡ് ജോയിന്റ് ഡയസ്റ്റോൾ ആണ് ഫേസസ് ഇൻവോൾവ് ഇൻ എ കാർഡിയാക് സൈക്കിൾ, ഹൃദയസ്പന്ദനത്തിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ റേറ്റ് ഓഫ് നോർമൽ ഹാർട്ട് ബീറ്റ് ഇൻ എ മാൻ അല്ലെ, ഒരു മനുഷ്യനിലെ സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാ? 72 ബീറ്റ്സ് പെർ മിനിറ്റിലെ. ഒരു മിനിറ്റിൽ 72 ബീറ്റ്സ് ആണ് അല്ലെ, 72 ബീറ്റ്സ് പെർ മിനിറ്റ്. നമുക്കറിയാം കാർഡിയാക് സൈക്കിൾ എടുക്കുന്ന സമയം, കാർഡിയാക് സൈക്കിളിന് എടുക്കുന്ന സമയമാണ് എത്ര? ഇപ്പൊ നമ്മൾ കാർഡിയാക് സൈക്കിളിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ കാർഡിയാക് സൈക്കിളിന് എടുക്കുന്ന സമയമാണ് 0.8 സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലെ. 0.8 സെക്കൻഡ് ആണ്. അപ്പോൾ 60 സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ എത്രയാണ്? അതാണ് നമ്മൾ 60/0.8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 72 ബീറ്റ്സ് പെർ മിനിറ്റ്. അതാണ് നമ്മളുടെ ഹൃദയസ്പന്ദന നിരക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈലം, ട്രക്കീഡ്സ് ആൻഡ് വെസൽസ്. സൈലത്തിൽ എന്തൊക്കെ ഉണ്ട്? ട്രക്കീഡ്സും വെസൽസിലും. അതേപോലെ ഫ്ലോയത്തിൽ കാണുന്ന ഏതൊക്കെയാണ്? സൈലം എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്നത് അല്ലെ, റൂട്ടിൽ നിന്നും മേലേക്ക് ചെടിയിലേക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും വാട്ടർ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നതാണ് സൈലം. സൈലത്തിൽ അടങ്ങിയ ഭാഗങ്ങളാണ് ട്രക്കീഡ്സും വെസൽസും. അതുപോലെ ഫ്ലോയത്തിൽ എന്തൊക്കെയാണ്? ഫ്ലോയത്തിലുള്ള ഭാഗങ്ങളാണ് സ്വീവ് ട്യൂബ്സും അതേപോലെ തന്നെ കമ്പാനിയൻ സെൽസും. സ്വീവ് ട്യൂബ്സും കമ്പാനിയൻ സെൽസും നമ്മുടെ ഫ്ലോയത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതായത് സീവ് നാളികളും അതേപോലെ കമ്പാനിയൻ സെൽസും. കമ്പാനിയൻ കോശങ്ങൾ അല്ലെ, ഇതാണ് നമ്മുടെ ഫ്ലോയത്തിൽ. ഫ്ലോയം എന്തിനാ സഹായിക്കുക? ഫ്ലോയം ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാനാണ്. അതാരൊക്കെയാണ്? കമ്പാനിയൻ സെൽസും സീവ് ട്യൂബ്സിന്റെയും സഹായത്തോടു കൂടിയാണ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ദ എക്യുപ്മെന്റ്സ്. ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് നമുക്ക് ചിലപ്പോൾ ആ ചിത്രങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കുക. ദ എക്യുപ്മെന്റ്സ് യൂസ് ടു മെഷർ ബ്ലഡ് പ്രഷർ അതായത് രക്തസമ്മർദ്ദ നിരക്ക് അറിയാനുള്ള ഉപകരണം. ഇവിടെ 2 എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലെ, ഏത് എക്യുപ്മെന്റ്സ് വേണമെങ്കിലും എഴുതാം. ഇത് 2 ഉണ്ട്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് വണ്ണാണ് സ്ഫിഗ്മോമാനോമീറ്റർ. പണ്ട് ഉപയോഗിക്കുന്നതാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. സ്ഫിഗ്മോമാനോമീറ്റർ എന്ന് പറയുന്നത് ആദ്യത്തെ അല്ലെ, സ്ഫിഗ്മോമാനോമീറ്റർ. ഇനി രണ്ടാമത് നോക്കിക്കുക. രണ്ടാമത്തെ ഏതാ? ഡിജിറ്റൽ BP apparatus. ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എക്യുപ്മെന്റ്സ് യൂസ് ടു മെഷർ ദി ബ്ലഡ് പ്രഷർ, ഡിജിറ്റൽ BP apparatus. അതാണ് ഏതിന് ഉപയോഗിക്കുന്നത്? ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെന്ന് പറയുന്ന എക്യുപ്മെന്റ്സ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പായിട്ട് നാളെ ചോദിച്ചിരിക്കും. ബിക്കോസ് ഇതാണ് ഈ ചാപ്റ്ററിലെ മൊത്തത്തിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ട് പോവുക. അങ്ങനെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏകണ്ട യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ്. Until then, bye.